ക്ലയൻറ്റ് അവരുടെ ആവശ്യം പറഞ്ഞപ്പോൾ മനസ്സിലൂടെ പോയത് ട്രഡീഷണൽ ഡിസൈനിൻ്റെ ഒരു എലഗൻസും മോഡേൺ മിനിമലിസവും കൂടിക്കലർന്ന ഒരു വീടാണ്. നമ്മുടെ മുമ്പുള്ള ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ഒരാളുടെ റെഫറൻസിലാണ് ഫസ്റ്റ് ഈ ക്ലയൻറ്റ് നമ്മളെ കാണാൻ വരുന്നത്. അപ്പോൾ അവർ വന്നപ്പോൾ അവരുടെ ഫാമിലിയുടെ ഒരു തറവാട് വീടായിട്ടാണ് ഈ വീട് പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ കൺസെപ്റ്റുകളും അവരുടെ റിക്വയർമെൻറ്റ്സും ഒക്കെ നമ്മളോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതിനുശേഷം ഞങ്ങളുമായിട്ട് ഒരുമിച്ച് ഞങ്ങൾ ചെയ്ത 1-2 പ്രോജക്റ്റുകളും പോയി കാണുകയുണ്ടായി. അതിനുശേഷമാണ് നമ്മൾ ഈ വീട് പണിയാനുള്ള സൈറ്റിലേക്ക് ഫസ്റ്റ് വിസിറ്റ് നടത്തുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിനടുത്തുള്ള അമ്മഞ്ചേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനടുത്താണ് ഈ പ്ലോട്ട് ഉള്ളത്. അപ്പോൾ ഈ പ്ലോട്ടിൽ ആദ്യമായിട്ട് ചെന്നപ്പോൾ ഞങ്ങളുടെ കണ്ണിൽ പെട്ടത് അതിൻ്റെ കിഴക്ക് അതിരിനോട് ചേർന്ന് പ്ലോട്ടിൻ്റെ ഒത്ത നടുക്കായിട്ടൊരു കിണറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുൻപിൽ കൂടെ പോകുന്നത് ഒരു പഞ്ചായത്ത് റോഡാണ്. ഏറെക്കുറെ ഒരു 12 അടിയോളം വിഡ്ത്തുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പടിഞ്ഞാറ് വശത്തും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള റോഡ്, താഴോട്ട് കുറച്ച് വീട്ടുകാരൊക്കെ താമസമുള്ളൊരു വീടുണ്ട്. അപ്പം പിന്നെ ഈ പ്ലോട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പടിഞ്ഞാറ് വശവും തെക്ക് വശവും താന്ന് കിടക്കുന്ന ആ പ്രദേശത്തെ കമ്പാരിറ്റീവ്ലി ഏറ്റവും ഉയർന്ന ഒരു ഭൂമിയാണ് ഈ പ്ലോട്ടിന് ആയിട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ കിഴക്ക് വശത്ത് ഒരു ഹൗസിംഗ് പ്ലോട്ടൂടെ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ ഭാവിയിൽ വേണമെങ്കിൽ ഒരു വീട് വരാം എന്നുള്ളൊരു കാര്യം ഞങ്ങൾ നോട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്നപ്പോൾ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പടിഞ്ഞാറ് വശവും തെക്ക് വശവും കൂടെ ചേർന്ന് വരുന്ന ഒരു തെക്ക് പടിഞ്ഞാറ് ഡയറക്ഷനിൽ നല്ലൊരു വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്നും ഒരു നല്ലൊരു എയറിൻ്റെ ഫ്ലോ പരമാവധി മിക്കവാറും സമയങ്ങളിൽ തന്നെ അവിടെ കിട്ടുമെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഒരു വൈകുന്നേര സമയങ്ങളിൽ ഈ പടിഞ്ഞാറ് വശത്തുള്ള സൂര്യൻ്റെ അസ്തമയം ഈ പ്ലോട്ടിൽ നിന്നാൽ കാണാൻ പറ്റുന്ന ഒരു നല്ല വ്യൂ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. എസ്പെഷ്യലി ഒരു 2ാം നിലയിലൊക്കെ കയറി നിൽക്കുമ്പോൾ നമുക്ക് നന്നായിട്ടത് ഫീൽ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ അത്രയാണ് ഞങ്ങൾ ആ പ്ലോട്ടിൽ നിന്നും വിലയിരുത്തിയത്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ക്ലയൻറ്റിൻ്റെ ഒരു തറവാട് വീടായിട്ടാണ് ഈ വീട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഒത്തുചേരലുകൾ ഒരുപാട് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു വീടാണിത്. സ്വാഭാവികമായും സാധാരണ ഒരു വീടിന് ഉണ്ടാവേണ്ട പാർക്കിങ്ങിനേക്കാളും കൂടുതൽ പാർക്കിങ് ഈ വീടിന് വേണമെന്ന് ക്ലയൻറ്റിന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് കിണറിന് പുറകോട്ടുള്ള ഭാഗത്ത് നമ്മൾ വീടിനെ നിർത്താനും മുൻപോട്ടുള്ള ഭാഗം പാർക്കിങ്ങിനും പോർച്ചിനുമായിട്ട് കൊടുക്കാനുമായിട്ടാണ് നമ്മൾ പ്ലാനിങ്ങിൽ തീരുമാനിച്ചത്. ഈ പ്ലോട്ടിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇതിൻ്റെ ഈ പ്ലോട്ടിൻ്റെ അതേ ലെവലിൽ തന്നെയാണ് മുൻപിലുള്ള പഞ്ചായത്ത് റോഡുള്ളത്. ഇതിൻ്റെ സൈഡിൽ കൂടിയുള്ള പ്രൈവറ്റ് റോഡ് ഈ പുറകോട്ട് പോകും തോറും ഡെപ്ത് കൂടി വന്ന് ഏറെക്കുറെ ഈ പ്ലോട്ട് തീരുന്ന സ്ഥലമാകുമ്പോഴത്തേക്ക് ഒരു 8 ഫീറ്റ് പ്ലോട്ടിനേക്കാളും താന്നാണ് നിൽക്കുന്നത്. ഇതിൻ്റെ വെസ്റ്റ് സൈഡും സൗത്ത് സൈഡും നല്ലവണ്ണം താന്ന് നിൽക്കുകയും ഇവിടുന്ന് നല്ലൊരു എയർ ഫ്ലോ നമുക്ക് ഇങ്ങനെ ഈ പ്ലോട്ടിലേക്ക് എപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ ഈ പ്ലോട്ടിൻ്റെ ഏറ്റവും നല്ലൊരു വ്യൂയിങ് ആംഗിൾ നമുക്ക് കിട്ടുന്നത് ഈ പോയിന്റിൽ നിന്നാണ്. അതായത് ഇവിടുന്ന് ഒരു വ്യൂ ഡയറക്ഷനിലാണ് ഈ വീടിന് ഏറ്റവും കൂടുതൽ ഒരു കാഴ്ചയ്ക്ക് ഭംഗി കിട്ടുക എന്നുള്ളത് ഞങ്ങൾ വിലയിരുത്തി. പിന്നെ നമ്മൾ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് നല്ലൊരു സ്പേസ് ഇടുന്നതിന് വേണ്ടിയിട്ട് ഈ കിണറിൻ്റെ തൊട്ട് ബാക്കിൽ വെച്ച് ഇവിടെ വെച്ച് ഈ പ്ലോട്ടിനെ കട്ട് ചെയ്ത് ഇത്രയും ഏരിയയിൽ നമ്മൾ വീടിനെ നമ്മൾ ഒതുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഇത്ര ഏരിയ നമ്മൾ പാർക്കിംഗ് പോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നീക്കി വെച്ചു. അപ്പം ഈ പോർഷനിലുള്ള നമ്മുടെ പ്ലാനിൽ നമ്മൾ ഇതിൻ്റെ ബെഡ്റൂമുകളെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് അറേഞ്ച് ചെയ്തു. അപ്പം അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കിട്ടുന്ന നല്ലൊരു എയർ ഫ്ലോ മാക്സിമം ഈ ബെഡ്റൂമിൽ നമുക്ക് കിട്ടുകയും ഒക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ് അങ്ങനെ നീക്കി വെച്ചത്. ഇതിൻ്റെ പ്രൈവറ്റ് സ്പേസുകൾ, കിച്ചണ്, അതുപോലെ തന്നെ ഡൈനിങ് വരുന്ന പോർഷനെ നമ്മൾ ഈ ഒരു ഏരിയയിലായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തു. ഇതിൻ്റെ ലിവിങ് റൂമുകൾ, വരാന്ത, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു പോർഷൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ നീക്കി വെച്ചു. അപ്പോൾ നമുക്ക് വീടിനെ ഏറെക്കുറെ ഇവിടെ നിർത്താൻ പറ്റി. ഇനി അതുപോലെ കാർ പോർച്ച് നമ്മൾ ഈ ഒരു പോർഷനിലായിട്ട് നിർത്തി. നമ്മൾ ഈ വീടിൻ്റെ എലിവേഷൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും 2 ഡിസൈൻ മിക്സ് ചെയ്തിട്ട് ഒരു ഫ്യൂഷൻ ടൈപ്പിലുള്ള ഒരു ഡിസൈൻ കോൺസെപ്റ്റാണ് നമ്മൾ ചിന്തിച്ചിരുന്നത്.
അങ്ങനെ ഞങ്ങൾ കൊളോണിയൽ ഡിസൈനും അതുപോലെ തന്നെ മിനിമലിസ്റ്റിക് ഡിസൈനൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേണിലേക്കാണ് ഇതിൻ്റെ ഇലവേഷൻ കൺസെപ്റ്റിനെ കൊണ്ടുപോയത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കിച്ചൻ്റെ പോർഷനും അതുപോലെ തന്നെ ബെഡ്റൂമിൻ്റെ പോർഷനും ഒരു കൊളോണിയൽ ടച്ചിലും അതുപോലെ തന്നെ ബാക്കി കോമൺ സ്പേസും സിറ്റൗട്ടും ഒക്കെ വരുന്ന ആ ഏരിയ ഒരു മിനിമലിസ്റ്റിക് ടച്ചിലും കൊണ്ടുവരാനായിട്ടാണ് ശ്രമിച്ചത്. അതുപോലെ തന്നെ നമ്മൾ ഫിൻവാൾ 2 സൈഡിലും ഓരോ ഫിൻവാൾ കൊടുത്തിട്ടുണ്ട്. അത് ഈ 2 ഡിസൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഒരു പീസായിട്ടാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ മോഡേൺ ടൈപ്പിൽ വരുന്ന ഡിസൈനിൻ്റെ ഭാഗത്ത് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള പില്ലേഴ്സും അതുപോലെ തന്നെ UPVC വിൻഡോസും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ബിൽഡിങ്ങിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് സ്റ്റീൽ സ്ട്രക്ചറിൽ ചെയ്യുന്ന രീതിക്കാണ് ഇതിൻ്റെ കാർ പോർച്ച് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു 2 കാറിനെങ്കിലും പാർക്ക് ചെയ്യാൻ പാകത്തിന് ആണ് ഇതിൻ്റെ ഒരു വലിപ്പം നമ്മൾ നിശ്ചയിച്ചത്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു പാർക്കിംഗ് ഏരിയയുടെ ഏറെക്കുറെ സെൻറ്റർ ഒരു സൈഡ് ചേർന്ന് വരുന്ന രീതിക്കാണ് ഈ കാർ പോർച്ചിനെ പ്ലേസ് ചെയ്യാനുണ്ടായത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഒരു തറവാട് വീടൊക്കെ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു ഫംഗ്ഷനൊക്കെ വേണമെങ്കിൽ നടക്കാം. അപ്പോൾ ഒരു സ്റ്റേജ് പോലെ ഫംഗ്ഷൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ബുഫേ ഒക്കെ വരുമ്പോൾ ഒരു കൗണ്ടറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ പാകത്തിന് അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഉപയോഗം ആ സ്ഥലത്തിന് കിട്ടത്തക്ക രീതിയിലാണ് ഈ കാർ പോർച്ചിനെ നമ്മൾ ഡിസൈൻ ചെയ്തത്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് സൈഡിലുണ്ടായിരുന്ന കിണറിനെ നമ്മൾ ക്ലാഡിംഗ് ഒക്കെ ഒട്ടിച്ച് വൃത്തിയാക്കി നിലനിർത്തി. ഫുള്ളി ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ഗേറ്റ്, വാട്ടർ ജെറ്റ് കട്ട് ചെയ്ത മെറ്റൽ പ്ലേറ്റും വുഡൻ ഫിനിഷിലുള്ള HPL ലാമിനേറ്റ് ഉപയോഗിച്ചാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള സിറ്റ് ഔട്ടിൽ നിന്നും ഉള്ളിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ വീടിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നായ ഡ്രോയിങ് റൂമാണ്. ഈ ഡ്രോയിങ് റൂം ഡബിൾ ഹൈറ്റ് കൊടുത്തിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് 2 സൈഡിലും ലൂവർ കൊടുത്തിട്ടുണ്ട്. വീടിനുള്ളിൽ പ്രോപ്പറായിട്ടുള്ള എയർ സർക്കുലേഷൻ നടക്കുന്നതിനും അതുപോലെ തന്നെ വീടിനുള്ളിലെ ചൂട് കുറയ്ക്കുന്നതിനും ഈ ലൂവർ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ പ്രധാനപ്പെട്ട കോമൺ സ്പേസിൽ നിന്നെല്ലാം ഒരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ ഡ്രോയിങ് റൂം ക്രമീകരിച്ചിട്ടുള്ളത്. ഡ്രോയിങ് റൂമിൽ നിന്ന് നമ്മൾ എൻ്റർ ചെയ്യുന്നതിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഈ ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് ഇതിൻ്റെ താഴത്തെ നിലയിലെ ഫാമിലി ലിവിങ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വശത്തായിട്ട് ഇതിൻ്റെ ഓപ്പൺ കിച്ചണും അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഉണ്ട്. ഈ സ്പേസിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളിലേക്കുമുള്ള എൻട്രി പോയിരിക്കുന്നത്. അതുപോലെ സ്റ്റെയർ കേസും ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത് സ്റ്റീലിൻ്റെ സ്ട്രക്ചറിൽ വുഡ് പാകിയതിന് ശേഷം അതിൻ്റെ ഹാൻഡ് റെയിലൊക്കെ 12 mm ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ്ങിൻ്റെ പോർഷനിൽ ഒരു വളരെ വലിയ ഒരു ഗ്ലാസ് വിൻഡോയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഗ്ലാസ് നമ്മൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു ഗ്രില്ലോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അതൊരു വ്യൂവിൻ്റെ അത്രയും നല്ലൊരു വ്യൂ ആ സൈഡിലുള്ളത് കാരണം അതിനെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സേഫ്റ്റിയുടെ കൺസേൺ ഉള്ളതുകൊണ്ട് തന്നെ അത് നമ്മൾ ലാമിനേറ്റഡ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ലാൻഡിങ്ങിൽ നിന്നും പിന്നെയും നമ്മൾ സ്റ്റെപ്പ് കയറി ചെല്ലുന്നത് ഇതിൻ്റെ മേളത്തെ നിലയിലെ ഫാമിലി ലിവിങ് സ്പേസിലേക്കാണ്. ഡൈനിങ്ങിനോട് അറ്റാച്ച് ചെയ്ത് തന്നെയാണ് ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുള്ളത്. ഓപ്പൺ കിച്ചണിൽ തന്നെ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്പൺ കിച്ചൻ്റെ കബോർഡ്സൊക്കെ നമ്മൾ 710 ഗ്രേഡിലുള്ള മറൈൻ പ്ലൈവുഡ് ഉപയോഗിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിന് ഭംഗി കൂട്ടാനായിട്ട് ഗ്ലാസ് ലാമിനേറ്റ് ഉപയോഗിച്ച് കവർ ചെയ്തിട്ടുമുണ്ട്. കിച്ചൻ്റെ കൗണ്ടേഴ്സ് എല്ലാം ജെറ്റ് ബ്ലാക്കിലുള്ള ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ കിച്ചൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കിച്ചണിലുള്ള വിൻഡോയാണ്. നമ്മൾ സാധാരണ കാണാറുള്ള ഒരു വിൻഡോയിലും വലിപ്പം കൂടിയ വിൻഡോയാണ് ഈ കിച്ചണിൽ കൊടുത്തിട്ടുള്ളത്. UPVC ഉപയോഗിച്ചിട്ടാണ് ആ വിൻഡോസിൻ്റെ ഡോഴ്സൊക്കെ കൊടുത്തിട്ടുള്ളത്. ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം ഡൈനിങ്ങിൽ നിന്നും കിച്ചണിൽ നിന്നും ഗേറ്റിലേക്ക് ഒരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ വിൻഡോ കൊടുത്തിട്ടുള്ളത്. ഈ കിച്ചണോട് അറ്റാച്ച് ചെയ്ത് തന്നെ ഒരു വർക്ക് ഏരിയയും അതുപോലെ തന്നെ ഒരു സ്റ്റോറും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ നിലയിലെ ലിവിംഗ് റൂമിൽ നിന്നാണ് 2 ബെഡ്റൂമുകളിലേക്കുള്ള എൻട്രൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ 4 ബെഡ്റൂമുകളിലെ വാർഡ്രോബുകളും കോട്ടുകളും ചെയ്തിരിക്കുന്നത് പ്ലൈവുഡിലാണ്. അതിൽ ലാമിനേറ്റ് ഉപയോഗിച്ച് ഭംഗി വരുത്തിയിരിക്കുന്നു. ഇതിൻ്റെ 2 ബെഡ്റൂമുകൾക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ 2 വാക്കിൻ വാർഡ്രോബുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വെറ്റേരിയൻ ഡ്രൈ ഏരിയൻ തിരിച്ച് ഗ്ലാസ് പാർട്ടീഷനോട് കൂടിയ ബാത്റൂമാണ് ചെയ്തിരിക്കുന്നത്. ഈ പ്രൊജക്റ്റിലെ സീലിങ്ങിൽ കൂടുതലും ജിപ്സവും വുഡും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് ഈ സീലിങ്ങിൻ്റെ വർക്കുകൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഡ്രോയിങ് റൂമിലും അതുപോലെ തന്നെ ഫാമിലി ലിവിങ്ങിലും ബെഡ്റൂമിലുമൊക്കെ ഈ ഒരു വുഡിൻ്റെയും ജിപ്സത്തിൻ്റെയും അതായത് വൈറ്റ് വുഡ് കോമ്പിനേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഈ വീട്ടിലെ കിച്ചനും ബാത്റൂമും ഒഴികെയുള്ള എല്ലാ വാളുകളും ജിപ്സം പ്ലാസ്റ്ററിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. സീലിങ്ങിലുള്ള ജിപ്സവും അതുപോലെ തന്നെ വാളിലുള്ള ജിപ്സം പ്ലാസ്റ്ററുമാണ് ഈ വീട്ടിലെ ചൂട് കുറയുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാകുന്നത്. മുകൾ നിലയിലെ ലിവിംഗ് റൂമിൽ നിന്ന് ഒരു ഡോറ് തുറന്ന് നമ്മൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുമ്പോൾ നേരെ കാണുന്നത് ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. ഇത് കിച്ചൻ്റെ മേളിൽ ട്രസ് വർക്ക് ചെയ്തപ്പോൾ കിട്ടിയ ഒരു സ്പേസിനെ നമ്മൾ സ്റ്റോറേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുണ്ടായത്.
അതുപോലെ തന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു ബാക്ക് സൈഡിലായിട്ടുള്ള ഒരു ബാൽക്കണി കൊടുത്തിരിക്കുന്നു. ആ ബാൽക്കണീനെ നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ വെക്കുന്നതിനൊക്കെ ആയിട്ടുള്ള ഒരു ലോണ്ടറി സ്പേസ് ആയിട്ടാണ് ലീവ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് ഒരു സ്റ്റെയർ കേസ് മേളിലേക്ക് കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോർ നമ്മൾ വാർത്തിട്ട് ട്രസ് വർക്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ റൂഫിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു ആറ്റിക് സ്പേസിലേക്കാണ് ഈ ഗോവണി കയറി ചെല്ലുന്നത്. അപ്പോൾ ഈ ആറ്റിക് സ്പേസിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ വാട്ടർ സ്റ്റോറേജ് അങ്ങനത്തെ കുറച്ച് അല്ലാത്ത സ്റ്റോറേജ് കാര്യങ്ങൾക്കൊക്കെയുള്ള സ്പേസ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ലിവിങ് റൂമിൽ നിന്നും ഇറങ്ങുന്ന രീതിക്ക് ഇതിൻ്റെ പടിഞ്ഞാറ് വശത്തും വടക്ക് വശത്തുമായിട്ട് വളരെ വിശാലമായ വലിയൊരു ഓപ്പൺ ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഈ ബാൽക്കണിയിലാണ് നമ്മൾ ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത്, ഗ്ലാസ്സിലാണ്. ഈ ബാൽക്കണിയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇതിൻ്റെ പടിഞ്ഞാറ് വശത്തു നിന്നുള്ള സൂര്യാസ്തമയവും അതുപോലെ തന്നെ അവിടെ നിന്നുള്ള നല്ല ഒരു കാറ്റും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ മുൻവശത്ത് നമ്മൾ പാർക്കിങ്ങിനായിട്ട് വിട്ടിരിക്കുന്ന സ്പേസിലേക്കുള്ളൊരു നല്ലൊരു വ്യൂ ഈ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടും. ഒരു പ്രോഗ്രാമൊക്കെ നടത്തുമ്പോൾ ഒരു നല്ല വ്യൂ ഇതിലേക്ക് കിട്ടാനായിട്ട് ഈ ഒരു ബാൽക്കണിയുടെ ഒരു പൊസിഷൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. പുതിയ ഐഡിയാസ് ഉൾക്കൊള്ളാനും പുതിയ മെറ്റീരിയൽസ് ഉപയോഗിക്കാനും ക്ലയൻറ്റ് കാണിച്ച താല്പര്യവും ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസവും ഒക്കെയാണ് ഈ പ്രോജക്റ്റിനെ ഇത്ര ഭംഗിയായി തീർക്കാൻ ഞങ്ങൾക്ക് സഹായകരമായത്.